പൊളിറ്റീഷ്യൻ മസ്റ്റ് ബി എ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, രഹസ്യങ്ങൾ, ദർശനങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവനായിരിക്കണമെന്ന്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനും ഏറ്റവും പ്രത്യേകിച്ച് പറവൂരിൻ്റെയും എറണാകുളം ജില്ലയുടെയും കേരളത്തിൻ്റെയും അഭിമാനമായ മെയ് മാസത്തിലെ വിസ്മയങ്ങളുടെ വിസ്ഫോടനമായ ഞങ്ങളുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർകൾ, ഏറ്റവും പ്രിയങ്കരനായി ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഉദ്ഘാടകൻ ശ്രീ ശ്രീകുമാരൻ തമ്പി അവർകൾ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പത്മശ്രീ ഭരത് മോഹൻലാൽ അവർകൾ, ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ കെ പി ധനപാലൻ അവർകൾ, ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഇത്രയധികം വലിയ വ്യക്തികളിൽ നിന്നും എനിക്കിവിടെ രണ്ട് വാക്ക് പറയാൻ അവസരം കിട്ടിയത്, എനിക്ക് തോന്നിയത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാവപ്പെട്ടവരുടെ ശബ്ദം തിരിച്ചറിയുന്ന വ്യക്തികളാണ് എന്ന ഒരു ബോധ്യമാണ് എനിക്ക് നൽകുന്നത്. എന്നെ സംബന്ധിച്ച് കോട്ടപ്പുറം രൂപത എന്ന് പറഞ്ഞാൽ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ഈ 3 ജില്ലകളിലും ഒരുപാട് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി മതഭേദം എന്നിയുള്ള എല്ലാ മക്കളുടെയും ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇന്നത്തെ ഈ സായാഹ്നത്തിൽ 4-ാം തീയതി നമ്മെ സംബന്ധിച്ച് ഒരു വലിയ ആവേശത്തിൻ്റെ ദിവസമായിരുന്നു. എന്നാൽ 14-ാം തീയതി നമ്മെ സംബന്ധിച്ച് ഒരു ആകുലതയുടെ ദിവസമായി. എന്നാൽ 24-ാം തീയതി ഇന്ന് ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഈ ആഘോഷത്തിൻ്റെ നിമിഷത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പത്മശ്രീ ഭരത് മോഹൻലാൽ അവർകൾ വളരെ വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളൊക്കെ നൽകി. കാഴ്ചപ്പാടുകളുടെയോ അല്ലെങ്കിൽ ദർശനങ്ങളുടെയോ വലിയ ചുമടുകളൊന്നും വയ്ക്കാനായിട്ട് ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാൾ റാണർ എന്ന തിയോളജിയൻ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഒരു വാക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അത് ഇപ്രകാരമാണ്: എ പൊളിറ്റീഷ്യൻ മസ്റ്റ് ബി എ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, രഹസ്യങ്ങൾ, ദർശനങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ളവനായിരിക്കണമെന്ന്. നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർകൾ അതിന് ഏറ്റവും ശ്രേഷ്ഠനായ ശക്തനായ മുഖ്യമന്ത്രിയാണ്. നമ്മുടെ നാടിനെ, നമ്മുടെ കേരളത്തെ അത്യുന്നത ശ്രേണിയിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാ മക്കളുടെയും അതുപോലെ ഏറെ പ്രത്യേകിച്ച് ഏറ്റവും പാവപ്പെട്ടവരുടെ കൂടി സ്നേഹവും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.